വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് സുഡിയോയിൽ പോവാണ്. അപ്പോൾ സുഡിയോയിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് പുതിയങ്ങാടിയുള്ള സുഡിയോയിലാട്ടോ. പക്ഷെ അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് കളക്ഷൻസ് ഒന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കോർണേഷൻ ബിൽഡിങ്ങിന്റെ കൂടെ തന്നെയുള്ള ആ ഒരു സുഡിയോയിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ തന്നെ ഇവർ സെയിലിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, 499 ഓർ ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 499 അതിൽ കുറവുള്ള പ്രൈസ് ഇവർ സെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ജെൻസിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഈ സ്റ്റുഡിയോയിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ജെൻസിന്റെ സെക്ഷനും ലെഫ്റ്റ് സൈഡിൽ ലേഡീസിന്റെ സെക്ഷനും ആൻഡ് ഏറ്റവും ബാക്കിലോട്ടായിട്ട് കിഡ്സിന്റെ സെക്ഷനാട്ടോ വരുന്നത്. ഇപ്പോൾ 799 റുപ്പീസ്, അതുപോലെ തന്നെ 699 അങ്ങനത്തെ പ്രൈസ് ഒക്കെ വരുന്നത് ഇവർ 399, 299 ആ ഒരു പ്രൈസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 499 ഒക്കെ വരുന്നത് 299, അതുപോലെ തന്നെ 799 ഒക്കെ വരുന്നത് 399 ഒക്കെയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ജെൻസിന്റെ ഷൂസിനൊക്കെ 799 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷെ അതൊക്കെ അവർ 399 ഇട്ടിട്ടുണ്ട്. പക്ഷേ കളക്ഷൻസ് അധികം അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. അതിപ്പോൾ ഷൂസിൻ്റെ കാര്യത്തിൽ ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ ഡ്രസ്സസിനും അവർ ഇതുപോലത്തെ സെയിൽ ഇട്ടിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓഫേഴ്സ് ഉള്ളത് മാത്രമായിട്ടോ കാണിക്കുന്നത്. ഇത് കിഡ്സിൻ്റെ സെക്ഷൻ ആട്ടോ. ഓഫേഴ്സ് ഇട്ടതിന് മാത്രം ഇവരൊരു റെഡ് കളറിൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് സെയിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ 99 റുപ്പീസ് ആണ്. ബോയ്സിൻ്റെ ടീഷർട്സിനാണ് കേട്ടോ അവർ ആ ഒരു 99 ചാർജ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ലേഡീസിന്റെ സെക്ഷനിലോട്ട് വന്നു. അപ്പം ഈ ഒരു ബാഗ് ഞാൻ കണ്ടപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ലിംഗ് ബാഗ് ഇതിന് ഓഫർ ഒന്നുമില്ല, 499 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇയറിംഗ്സിനൊക്കെ 49, അതുപോലെ തന്നെ 99 റുപ്പീസ് ഒക്കെയാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്സിനൊക്കെ 149, 199 ഒക്കെ ലിപ്സ്റ്റിക്സിന് ഇവർ 49 റുപ്പീസ് ആട്ടോ ഇട്ടിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ഓഫറായിട്ട് തോന്നി. പക്ഷെ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചെണ്ണമൊക്കെ ലിപ്സ്റ്റിക്സ് എടുത്തു നോക്കി, പക്ഷേ ഷെയ്ഡൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നെയിൽ പോളിഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ കുറച്ചെണ്ണത്തിന് മാത്രമാട്ടോ ആ ഒരു ഓഫർ അവിടെ ഇട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം പ്രൈസാണ്. പിന്നെ വേറെ ഒരു പ്രൊഡക്ട്സിനും, മേക്കപ്പ് പ്രൊഡക്ട്സിനും സ്കിൻ കെയർ പ്രൊഡക്ട്സിനും ഒന്നും ഓഫർ ഇല്ല. അത് മാത്രമല്ല വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ആ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഫുഡ് വെയർസിനൊക്കെ 399 ആട്ടോ. ഇതൊക്കെ 799 ആ ഒരു റേഞ്ച് വരുന്നതാണ്. പിന്നെ 499 വരുന്ന ഫുഡ് വെയർസിനൊക്കെ 299 ആണ് ഇവർ ഇട്ടിട്ടുള്ളത്. അതും കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. ആകെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഞാൻ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പം ഫ്രൈഡേ ആണ് സാധാരണ സുഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരുന്നത്. അപ്പം മേ ബി നിങ്ങൾ നാളെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി സ്റ്റോക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് വെയർ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ ആക്ച്വലി ഇതിന് 399 റുപ്പീസ് ആട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ 149 ആട്ടോ ഈ ഒരു ഫുഡ് വെയർസിനൊക്കെ വരുന്നത്. ഇത് നോർമൽ നമ്മുടെ എന്താ പറയുക ഫ്ലാറ്റ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഹീൽസ് വരുന്ന ടൈപ്പാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ എപ്പോഴും ഉണ്ടാവാറില്ലേ ഇങ്ങനെ ടോപ്സ്, അതായത് കുർത്താസൊക്കെ, അതിനൊന്നും അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ 299, 399 ഒക്കെ സെയിം റേറ്റ് ആയിരുന്നു. പിന്നെ ഈ കാണുന്നതിനൊക്കെ 699 ഒക്കെ അവർ 299 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ഓഫർ പ്രൈസ് ആയിട്ട് തോന്നി. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 699 വരുന്ന ലേഡീസിൻ്റെ ഒരുപാട് കുറച്ചൊരു വെസ്റ്റേൺ വെയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സസിനൊക്കെ 299 ഓഫർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 399 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 599 ഈ ടോപ്സൊക്കെ 499 റുപ്പീസിന് ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷർട്ട്സ്, ട്യൂണിക്സ് മോഡൽ സംഭവത്തിനൊക്കെ 299 ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോയപ്പം തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എല്ലാ പ്രോഡക്ട്സിനും അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സസിനും സാധനങ്ങൾക്കും അവർ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കളക്ഷൻസും ഭയങ്കര കുറവായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് എടുക്കാതിരുന്നതും. കാരണം വീഡിയോയിൽ കാണിക്കാൻ മാത്രമുള്ള ഒരു തരത്തിലുള്ള ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. കളക്ഷൻസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നോർമലി ഉണ്ടാവുന്നതിന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.